മുനമ്പം ഭൂമി വിഷയത്തിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നന്ദി റിജിജു ക്യാമ്പയിൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനത്തോടെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം വ്യക്തമായെന്ന് ഡി.സി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് 24-നോട് പറഞ്ഞു. കിരൺ റിജിജുവിനാണ് ആദ്യം നന്ദി പറയേണ്ടത്. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വലിയ സംഭാവന നൽകിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ബി.ജെ.പിയുടെയും CPM-ൻ്റെയും ഈ രാഷ്ട്രീയം തുറന്നു കാണിക്കും. ഇക്കാലം അത്രയും ജനങ്ങളോടൊപ്പം നിന്ന ഞങ്ങൾ വീണ്ടും നിൽക്കും, അവരോടൊപ്പം നിൽക്കും. അവിടെ 3, 4, 5 പേര് RSSും BJPയും സ്പോൺസർ ചെയ്ത ആളുകൾ ഒന്ന് ബോർഡ് വെച്ചതുകൊണ്ടോ വിദ്വേഷം പ്രചരിപ്പിച്ചതുകൊണ്ടോ ആ സമരത്തോടോ സമരം ചെയ്യുന്ന ആളുകളോടോ ഞങ്ങൾക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള അവരോട് ഒരു തരത്തിലുള്ള സങ്കടവുമില്ല. ഞങ്ങൾക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരെ അവസാനം വരെ ഞങ്ങളുണ്ടാകും. അതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, വഖഫ് ഭേദഗതി ബിൽ അത് അവതരിപ്പിച്ച സമയത്ത് മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് അന്ന് അവതരിപ്പിച്ച മന്ത്രി പാർലമെന്റിൽ പറയുകയും പിന്നീട് മുനമ്പത്ത് വന്ന് ഇത് പരിഹാരമാകില്ല എന്ന് പറയുകയും ചെയ്തതോടെ ആ ഇരട്ടത്താപ്പ് അന്ന് തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് എന്താണ് ഈ വിഷയത്തിൽ ഒരല്പം വൈകി ഇതിലെ ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവരാൻ എടുത്തിരിക്കുന്ന തീരുമാനം? ഒരു ക്യാമ്പയിനിങ്ങിലേക്ക് പോകുന്നു എന്നൊക്കെയാണോ? അനുജ, ബി.ജെ.പിയുടെ ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. നമുക്കറിയാം, നിയമവഴിയിലൂടെ തന്നെ പരിഹാരം കണ്ടെത്തേണ്ടി വരും അല്ലെങ്കിൽ കാണേണ്ടി വരുമെന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയാണ് പ്രധാനമായും കോൺഗ്രസ് ആയുധമാക്കാൻ പോകുന്നത്. വഖഫ് നിയമ ഭേദഗതി ബിൽ അത് ചർച്ചയിൽ വന്നപ്പോൾ അതിനെ എതിർത്ത കോൺഗ്രസിനെതിരെ വലിയ വികാരം മുനമ്പത്ത് ഉയർന്നിരുന്നു. ഹൈബീഡൻ MP-യുടെ ഓഫീസ് സമീപം നോട്ടീസ് പതിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള ഒരു പോസ്റ്റർ പ്രചരണമടക്കം കോൺഗ്രസിനെതിരെ മുനമ്പം ജനത കൊണ്ടുവന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ജനതയ്ക്ക് ഉയർന്ന വികാരം, എതിർവികാരം അത് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം നടക്കുന്നത്. നന്ദി റിജിജു എന്ന പേരിൽ തന്നെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രിയുടെ മുനമ്പം സന്ദർശനത്തോടെ ഇത് കൂടുതൽ വ്യക്തമായി. അതായത് നിയമവഴിയിലൂടെ മാത്രമേ പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. കുറേ കാലതാമസം ഇതിനുണ്ടാകുമെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന തന്നെ അത് ബി.ജെ.പിയുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുകയാണെന്ന് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ നന്ദി റിജിജു എന്ന പേരിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെ കളത്തിലിറക്കി കോൺഗ്രസ് ഈ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തയാഴ്ച തന്നെ ഈ ഒരു ക്യാമ്പയിൻ രാഷ്ട്രീയ വിശദീകരണ യോഗം മുനമ്പത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മുനമ്പം ജനത വലിയ പ്രതീക്ഷയിലാണ് ഈ വഖഫ് നിയമ ഭേദഗതി വന്നതോടുകൂടി തന്നെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർ പങ്കുവച്ചിരുന്നു. പക്ഷേ കേന്ദ്രമന്ത്രി നടത്തിയ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി. അതോടുകൂടി തന്നെ മുനമ്പം ജനത കൂടുതൽ ആശങ്ക, ഈ ശാശ്വത പരിഹാരം എന്നുണ്ടാകുമെന്ന ആശങ്ക കേന്ദ്രമന്ത്രി നേരിട്ട് അറിയിച്ചിരുന്നു. ഒരു 3 ആഴ്ചക്കകം അതിൽ കൃത്യമായ ചട്ടങ്ങളുടെ ഒരു വിശദീകരണം നൽകുമെന്നാണ് കേന്ദ്രമന്ത്രി മുനമ്പം സമരസമിതിയെ അറിയിച്ചിരിക്കുന്നത്. 3 ആഴ്ചയുടെ കാലയളവ് അല്പ ദിവസത്തിനകം തന്നെ കഴിയും. അതോടുകൂടി തന്നെ ഇതൊരു വീണ്ടും അവരുടെ ആശങ്ക ഇരട്ടിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഈ ഒരു വിഷയത്തിലെ നിലപാട് എന്താണ്, അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് തുറന്നു കാട്ടുക ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ നന്ദി റിജിജു എന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മുനമ്പം വിഷയത്തിലാണ് ബി.ജെ.പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം തുറന്നു കാട്ടാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. നന്ദി റിജിജു ക്യാമ്പയിനിങ്ങിലേക്ക് പോവുകയാണ് കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ക്യാമ്പയിൻ.